ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ടോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഒരു കുർത്തിയാണ്. അത് ചെയ്തപ്പോഴേക്ക് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ വേസ്റ്റ് വരെ പോർഷനും അത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള ഭാഗം വേറെ ആയിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. താഴേക്കുള്ളത് ഫ്രിൽഡ് പോർഷനാണ്. അപ്പോൾ കസ്റ്റമർക്ക് വെറുതെ ഒരു കുർത്തി തയ്ക്കാനേ പറഞ്ഞുള്ളൂ, അതല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഇത് നല്ല പ്രിൻറ്റഡ് മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യാനില്ല. ഇത് അമേരിക്കൻ ക്രേപ്പ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒഴുകി കിടക്കുന്ന മാതിരിയുള്ളൊരു തുണിയാണ്. പിന്നെ ലൈനിങ്ങൊന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇടാൻ പറ്റുന്നൊരു ടൈപ്പാണ്. കാരണം പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടുമല്ലോ നനഞ്ഞു കഴിഞ്ഞാലും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നൈറ കട്ടാണ് ചെയ്യുന്നത്. അതിലപ്പോൾ മോൾ ഭാഗത്ത് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. പ്രിൻ്റഡ് തുണിയായതുകൊണ്ട് തന്നെ നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല ശരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ നൈറ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വണ്ണമുള്ളവർക്കും പിന്നെ വയറൊക്കെ ചാടിയിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ടൈപ്പും ഇടാൻ പറ്റുന്നത് ഇതാണ്. കാരണം ഇത് ദേഹത്തോട് ചേർന്ന് തന്നെ കിടക്കും. നമ്മൾ ഫ്രണ്ടിൽ ഫ്രില്ല് വെക്കുന്നുണ്ട്, ബാക്കിലും ഫ്രില്ല് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയറൊന്നും അറിയത്തില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞാലും വലിയ വൃത്തികേടൊന്നും വരത്തില്ല. പിന്നെ സൈഡിലെ സ്ലിറ്റാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് അങ്ങനത്തെ പേര്. ഞാൻ നമ്മുടെ ഹിന്ദി യൂട്യൂബ് ചാനലിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരാണ് ഇതിൻ്റെ പേര് ഇങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടത് അതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലത്തെ ഭാഗം ഫിനിഷ് ചെയ്തിട്ട് താഴെ വശത്തേക്ക് ഫുള്ള് ഫ്രില്ലാണ് ചെയ്യുന്നത്. അത് ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഇതിന് അത്യാവശ്യം തുണി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു മോഡൽ ഇതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കസ്റ്റമർ ഓക്കെയാണ്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയോ ലെഗിങ്സിൻ്റെ കൂടെയോ ഒക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാ സ്ലിറ്റ് ടോപ്പ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോകുമ്പോഴത്തേക്ക് അങ്ങ് വരെ കാണുമല്ലോ. ഇത് അങ്ങനെ വരില്ല. ഇത് നമ്മുടെ വേസ്റ്റ് ഭാഗം കഴിഞ്ഞ് ഒരു 4 ഇഞ്ച് വരെ താഴേക്ക് നമ്മൾ കൂട്ടി അടിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത്. പിന്നെ ഇത്രയും ഫ്രില്ല് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പറന്ന് 2 പീസായിട്ട് അങ്ങ് മുകളിലേക്ക് പോകത്തുമില്ല. മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.